സഹൃദയരെ കലാസ്നേഹികളെ, ടോക്സിക്കിന്റെ ട്രെയിലർ വന്നേ. ആക്ച്വലി ഞാൻ അങ്ങനെ ട്രെയിലർ റിയാക്ഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബട്ട് ഈ സിനിമ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് കോൺട്രവേഴ്സിയും ഇതിന്റെ ഡയറക്ടറായിട്ട് ഗീതു മോഹൻദാസിന്റെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ കാണുന്ന ഒരു ആഗ്രഹം, അതിന്റെ റിയാക്ഷനെ കൊണ്ട് എനിക്ക് ഈ ചൂടോടെ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. ഒന്നുകിൽ ഈ സിനിമ ഗീതു മോഹൻദാസിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും, ഇല്ലെങ്കിൽ അവരെ കരിയറിന് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും ഈ പടം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര ബിഗ് ക്യാൻവാസിലൊക്കെ എടുക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ടോക്സിക്കിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച്. തമിഴ് ട്രെയിലർ. ഓക്കെ, ട്രഗല്ലേ ഇതൊക്കെ? ഇവിടെ നല്ല രീതിക്ക് മെലിഞ്ഞു കേട്ടാ. അത് നോക്കട്ടെ, നോക്ക്, ബോഡി നന്നായിട്ട് ഫിസിക്ക് നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ മുഖമൊക്കെ നല്ല ഇത് CG ഒന്നും അല്ല. എന്തായാലും ഇയാള് നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് ബോഡി വർക്കൗട്ട്. യാഷ് തന്നെയാണ് ചാടിയത്. യാഷ് തന്നെയാണ് ചെറിയ യാഷ്. 26/8/2026. എന്റെ മോനെ, പേട സാധനം. ഈ ട്രെയിലർ കണ്ടിട്ട് ഇതൊരു നല്ല സിനിമ ആയിരിക്കും. കാരണം ട്രെയിലർ കണ്ടിട്ടെ, സിനിമ ഇനി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ആസ് ഫാർ ആസ് എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു നല്ല സിനിമ ആയിരിക്കാനാണ്. ഒരുപാട് വലിയ ക്യാൻവാസ് ആണ് പടം. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു. ഈ 4 മിനിറ്റോളം ട്രെയിലർ ആണെങ്കിൽ ട്രെയിലറിൽ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സിനിമയ്ക്കകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എന്തായാലും കഥയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. അച്ഛനും മോനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അദ്വാനി യങ് യാഷിന്റെ അമ്മയാണ്. യാഷ് ഒരു ഗ്യാങ്സ്റ്റർ ഇൻ ദ സെൻസ് അയാളൊരു ഡോൺ കെയർ ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആയിരിക്കണം. ഗ്യാങ്സ്റ്റർ ആവാനായിട്ട് അവരെ സഹായിച്ചതോ അതിന് നിമിത്തമായതോ അല്ലെങ്കിൽ അവരെ ബോസോ ആയിരിക്കണം നയൻതാര എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം അതിലുണ്ടായ ഈയൊക്കെ പല ബന്ധങ്ങളുണ്ടായുള്ള സ്ത്രീകളോട് ബന്ധം ഉണ്ടായിരിക്കണം. അതിലൊരു കുട്ടിയാണ് ഈ യങ് യാഷ് തോന്നുന്നു. അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ട യാശോ അച്ഛൻ ഏതോ ഒരു വഴിയിൽ അങ്ങനെ ആയിപ്പോയതായിരിക്കണം. അച്ഛനുമായിട്ടുള്ള ദേഷ്യത്തിൽ തിരിച്ചു വരുന്നു. അവർ അച്ഛൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് സാധനം. രണ്ടുപേരും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാർ തന്നെയാണ് തോന്നുന്നു. ഇത് തന്നെയായിരിക്കും സിനിമയുടെ കഥ വരാൻ സാധ്യത. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങൾ കാണുമായിരിക്കും. ബട്ട് ഇപ്പം ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. വലിയ ക്യാൻവാസ് ആണ്. സർക്കസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സാധനമുണ്ട്. ഈ ജോക്കർ, ഹാർലി ക്വിൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു സാധനം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവരെ ടച്ച് കൊണ്ടുവരാനായിരിക്കും എനിക്ക് തോന്നിയാണ്. ഇപ്പം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് കാണാം. ചേസും ഫൈറ്റും ഡാൻസും പാട്ടും സെക്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഈ ഒരു പടം എടുത്ത സമയത്ത് ഇതിന്റെ തുടക്ക സമയങ്ങളിൽ ഇതിന്റെ ട്രെയിലറിലെ അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എന്തൊരു സെയ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു മോഹൻദാസ് അതിന് വലിയ രീതിയിലുള്ളൊരു മൈൻഡ് കൊടുത്തിട്ട് ഞാൻ കണ്ടില്ല. ഇവിടെ ചെറിയ രീതിയിലുള്ള ചെറിയ ഇതൊക്കെ മാത്രം കൊടുത്ത് അവർ ഇതിനെ തള്ളിക്കളയണ ചെയ്തത്. ഇപ്പോൾ ഈ ട്രെയിലറിനെ മനസ്സിലാത്ത സാധനമുണ്ട്. അത് മാത്രമല്ല, അത് ഇതിന്റെ ഒരു എലമെന്റ് മാത്രമാണ്. ഇതിനകത്ത് ഒരുപാട് സാധനം അല്ലാതെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ പറ്റി പറഞ്ഞ ആൾക്കാർ മേ ബി സിനിമ കാണുമ്പോഴത്തേക്കും അഭിപ്രായം മാറ്റി പറയാൻ സാധ്യതയുണ്ട്. ഇനി ബോംബാണെന്ന് വെച്ചാൽ എനിക്കിത് ബോംബ് ആവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്തായാലും നമുക്ക് വിഷ്വൽ ട്രീറ്റ് ആണ് പടം. ആശിനെ സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് രസമാണ്. നിങ്ങൾ അത് കണ്ട ബൾക്കി ബോഡിയും അതുപോലെ മെലിഞ്ഞ യാഷ് ആക്ച്വലി നന്നായിട്ട് വെയിറ്റ് കുറച്ചത് ബോഡി. അത് ഒറിജിനൽ അത് CG ഒന്നും അല്ല. എന്തായാലും CG ഒന്നും അല്ല. നമ്മളെ ഈ മലയാളം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ CG എന്തായാലും ഇത്രയും പെർഫെക്റ്റ് CG ഒന്നും കാണിക്കില്ല. പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തത് കുറച്ച് സാധനമാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ഡൗൺ. എനിക്ക് ഈ പടം തിയേറ്ററിൽ തന്നെ ഞാൻ പോയി കാണാം. FTFS തന്നെ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഒന്നൊരു സാധനമൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെയുള്ള സാധനങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയാനായി ഗൈസ്. സോ അതായത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഡൗൺ ചെയ്യൂ ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി യാഷ്? നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പടത്തെ പറ്റിയുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും? ഈ പടത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഹിറ്റ് ആണെങ്കിൽ മേ ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഫ്ലോപ്പ് ആണെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ബോംബായിരിക്കും ഇത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ പാളി കഴിഞ്ഞാലും ഗീതു മോഹൻദാസിനെ വലിച്ച് കയറും, ട്രോളി കൊന്നു കളയും കേട്ടോ. കുറേ സീനുകൾ കിട്ടിയാൽ പോലും കുറേ സീനുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. കുറേ കട്ട്സ് ഒക്കെ കണ്ട. ടെക്നിക്കൽ ടീമൊക്കെ ഭയങ്കര കിള്ളിയും കേട്ടോ. ടോപ്പ് ന്യൂസ് സാധനങ്ങളാണെന്ന് തോന്നുന്നില്ല. മ്യൂസിക്കും എല്ലാം കൊള്ളാം. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറവായിരുന്നു കേട്ടോ ഈ ട്രെയിലറിനകത്ത് ഞാൻ കണ്ടതിൽ. ഇപ്പോൾ അത്രയും അങ്ങനെ BGM എന്നുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല. എല്ലാവരും റോ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് കണ്ടത്. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.